ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ സമീറ ലിയാസ് ഫ്രം കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാനൊരു കൊഴുവപ്പീരയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് 1 കിലോ മീനുണ്ട്. ഉപ്പും വിനാഗിരി ഇട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് അരമുറി തേങ്ങ, ഒരു കഷ്ണം കുടംപുളി, ഒരു തണ്ട് കറിവേപ്പില, 6-7 ചെറിയുള്ളി, 3 പച്ചമുളക് എടുക്കുമ്പോൾ നല്ല എരിവുള്ള മുളക് നോക്കി എടുക്കണം. കാന്താരി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിനെ ഒരു മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കാം. പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിലാവണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് തേങ്ങ കൂടി ഇട്ട് ചതച്ചെടുക്കാം. ഈ തേങ്ങയുടെ ഒപ്പം തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയോടെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. തേങ്ങയൊക്കെ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ അരപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഈ അരപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മീൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ ചേരുവകളും ചേർത്ത ശേഷം പതിയെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ മീനിലെ എല്ലാ ഭാഗത്തും അരപ്പൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പുളിയോടെ ഇട്ട് കൊടുക്കണം. പുളി വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിവിടെ ഡയറക്റ്റ് പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ മീൻ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം വറ്റിച്ചെടുക്കാൻ പാടായിരിക്കും ഒത്തിരി വെള്ളമായിട്ടുണ്ടെങ്കിൽ. അത് തന്നെയല്ല, മീൻ കുഴഞ്ഞു പോകാനും സാധ്യതയുണ്ടാവും. ഇതിനി നല്ലതുപോലെ തിള വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. മീൻ നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പൂണിട്ട് ഒരുപാട് കുത്തി ഇളക്കരുത്. മീൻ അപ്പടി പൊടിഞ്ഞു പോകും. മീനിലെ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പരിവായി വന്നിട്ടുണ്ട്. ഞാനിവിടെ സ്പൂണിട്ട് ഒരുപാട് ഇളക്കാത്ത പറഞ്ഞുകൊണ്ട് മീനൊന്നും പൊടിഞ്ഞു പോവാതെ കിട്ടിയിട്ടുണ്ട്. മീൻ പീര നല്ലൊരു റെസിപ്പിയാണ്. ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സ്വാദുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻ്റ് ഇടാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.